നിങ്ങളിനി കാണാൻ പോകുന്നത്, ക്ഷമിക്കണം, നിങ്ങളിനി കേൾക്കാൻ പോകുന്നത് ഈ മുത്തുപോങ്ങന്റെ മാനസ കുംഭസാരമാണ്. മൗന പുരസ്സരമുള്ള കുറ്റസമ്മതമെന്നും കേൾക്കാം. കണ്ടമാനമളവിൽ ബഹുമാനപ്പെട്ട പ്രിയ പോങ്ങ പ്രേക്ഷകരെ, ഇതുവരെ അതീവ ഗൗരവത്തോടെ എന്നെ കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പൊറുക്കണം. ഞാനൊരു വലിയ തെറ്റായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ആ തിരിച്ചറിവുണ്ടായത്. എന്നെ തിരിച്ചറിവുള്ളവനാക്കിയത് ഞാനല്ല, എൻ്റെ വളരെ സവിശേഷമായ ഭിന്നബുദ്ധിക്കോ സാമാന്യബോധത്തിനോ വിചാരശക്തിക്കോ ആലോചനാസിദ്ധിക്കോ മനനശേഷിക്കോ ഒന്നും അതിൽ യാതൊരു പങ്കുമില്ല. പച്ചപരിഷ്കാരിയായ ഒരു പുരോഗമന സ്വഭാവിയായി, ഒത്ത ഒരു പ്രബുദ്ധനായി എന്നെ പരിഷ്കരിച്ചത് പ്രധാനമായും അവരാണ്. ഒന്നാമതായി ബഹുമാനപ്പെട്ട ദ്വിമാറ മരമന്ന സുൽത്താന്റെ ഭരണകൂടം. രണ്ടാമതായി തീർത്തും ആദരണീയനും കൊടും ജൈവവാദിയും ഒപ്പം സസ്യാധിഷ്ഠിത ലഹരിയുടെ വക്താവുമായിട്ടുള്ള ശ്രീമാൻ പാടൻ സാർ അവർകൾ. മൂന്നാമതായി പ്രതികരണ വിദ്വാനും സാംസ്കാരിക പ്രമുഖനും സാധാരണക്കാരുടെ അഭിപ്രായ ദാതാവുമായിട്ടുള്ള സർവശ്രീ മാരാർജി. നാലാമതായി സർവശ്രേഷ്ഠരാൽ സമ്പന്നമായ നമ്മുടെ ഈ പ്രബുദ്ധ സമൂഹം. അഞ്ചാമതായി സുഡുമോഹൻ എന്ന തീവ്ര സവർണൻ രചിച്ച 100 ഹമാസനന്മാർ എന്ന സാമൂഹ്യ ചരിതം. ഈ പഞ്ചശക്തികളാണ് പോങ്ങിന് ബോധോദയം പകർന്നത്. സത്യത്തിൽ ഞാനൊരു അഹങ്കാരിയും അസൂയക്കാരനും വിവരദോഷിയും വർഗീയവാദിയും സവർണനും സ്ത്രീവിരുദ്ധനും മറ്റുമൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ വെറും നായരായിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം അതിൽ പെടുമല്ലോ, അല്ലേ? അതായത് അഹങ്കാരം, അസൂയ, വിവരദോഷം, വർഗീയവാദം, സാവർണ്യം, സ്ത്രീവിരുദ്ധത, ഇതെല്ലാം നായർ എന്ന ഒരൊറ്റ സംജ്ഞയിൽ പ്രതിനിധീകരിക്കപ്പെടുമെന്ന ഹരിത കേരളത്തിലെ പൊതുമൊഴിയിൽ ഞാൻ ഇന്നു മുതൽ വിശ്വസിക്കുന്നു. ഒരു നായരെയും മറ്റൊരു മനുഷ്യനെയും രണ്ടു വശത്ത് നിർത്തുകയാണെങ്കിൽ സമത്വം എന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായർ നീതിക്ക് വേടനായി മാറിക്കഴിഞ്ഞു. അവൻ എന്ത് ചെയ്തിട്ടില്ല എങ്കിലും അവൻ അപരാധിയാണ്. അവൻ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും അവൻ അപരാധിയാണ്. ഇതാണ് 100 ഹമാസനന്മാർ എന്ന ഹരിത കേരളീയ സാമൂഹ്യ ചരിതത്തിലൂടെ സുഡുമോഹൻ എന്ന സവർണൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. സുഡുമോഹന്റെ 100 ഹമാസനന്മാർ വായിച്ചപ്പോഴാണ് ഈ മുത്തുപോങ്ങൻ ഇതുവരെ ഇവിടെ നാവാടിയിരുന്നത് വെറും നായർ ബുദ്ധിയിൽ മാത്രമായിരുന്നു എന്ന് ശരിക്കും മനസ്സിലാക്കിയത്. മുൻപിത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഈ നാവാടിയിൽ നിന്നും ഇതുവരെ ഇവിടെ രാഷ്ട്രീയ ശരികേട് ഇടതടവില്ലാതെ സംഭവിക്കുകയും ചെയ്തു. എല്ലാത്തിനും മാപ്പ്. നടിയെ സമുചിതം പീഡിപ്പിച്ച ആദരണീയനായിട്ടുള്ള ശ്രീ അൾസർ സുനിയുടെ വാക്കുകേട്ട് ജനപ്രിയ നായകനെ ഹരിത കേരളത്തിന്റെ പ്രബുദ്ധതയ്ക്ക് നിരക്കുന്ന നിലയിൽ വിധിയാമണ്ണം വിമർശിക്കാനും എനിക്ക് സാധിച്ചിരുന്നില്ല. അതിന്റെ കാരണവും ഇന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ആ ജനപ്രിയ നായകൻ തീർത്തും നായരായിരുന്നു. ഒട്ടും ജനപ്രിയനല്ലാത്ത ഈ പോങ്ങനും നായരായിരുന്നു. ഞങ്ങളുടെ സിരകളിൽ ഒഴുകുന്നത് പെരുന്നയിൽ നിന്നും പമ്പ് ചെയ്യുന്ന നല്ല സ്വർണ്ണ നിറമുള്ള സവർണ രക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ വേണ്ട വിധം പുരോഗമന ബുദ്ധിയും പരിഷ്കൃത ഭാവവും പ്രകടിപ്പിക്കാൻ എനിക്ക് സാധിക്കാതെ പോയി. എന്നാൽ അൾസർ സുനിയുടെ വാക്കുകേട്ട് ജനപ്രിയ നായകനെ വിമർശിക്കാത്ത ഈ പോങ്ങൻ റാപ്പർ പാടൻ, റേപ്പർ പാടനായി വേഷമൂരിക്കൊണ്ട് പെണ്ണുങ്ങൾക്കുമേൽ ഭോഗപ്പറവയായി കിടന്ന് ഗരുഡൻ തൂക്കം നടത്തിയപ്പോൾ ആ റേപ്പർ പാടനെ ഈ പോങ്ങൻ വളരെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. അതും വലിയ തെറ്റ് തന്നെയായിരുന്നു. ഒരേ സമയം റാപ്പറാകാനും റേപ്പറാകാനും വേണമെങ്കിൽ റിപ്പറാവാനും വരെ അടിസ്ഥാന യോഗ്യത ജന്മവശാൽ തന്നെ പേറുന്ന ഒരു സവിശേഷ വ്യക്തിത്വമാണ് ശ്രീമാൻ പാടൻ എന്നാണ് പ്രബുദ്ധ മാനവികർ പറയുന്നത്. അന്നത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. മീറ്റു ഭോഗിത്യ കഥകളിലെ നായകനാക്കി പീഡിതപ്പെട്ട പെൺകുട്ടികൾ റാപ്പർ പാടനെ റേപ്പർ പാടനായി പുനരവതരിപ്പിച്ചപ്പോൾ അത് ആസ്വദിക്കാൻ സാധിക്കാതെ പോയതും ഞാനൊരു നായരായതുകൊണ്ട് മാത്രമാണ്. ഇന്നെനിക്കതറിയാം. അതുപോലെ തന്നെ തെരുവിലോത്ത് പാറുക്കുട്ടി മേനോത്തിയെ വിമർശിച്ചതിലും പോങ്ങനുന്ന കനത്ത ദുഃഖമുണ്ട്. നടിയെ പീഡിപ്പിച്ച അൾസർ സുനിയെ വിമർശിക്കാതെ പീഡകനായ അൾസർ സുനിയുടെ വാക്കുകേട്ട് ജനപ്രിയ നടനെ നിരന്തരം വിമർശിക്കുന്നവളാണല്ലോ നമ്മുടെ തെരുവിലോത്ത് പാറുക്കുട്ടി മേനോത്തി. എന്നാൽ നമ്മുടെ റാപ്പർ പാടൻ വെറും റേപ്പർ പാടനായപ്പോൾ നല്ല നിലയ്ക്ക് സുഡുദാസിയായ ആ കൊടും സവർണ നടി റേപ്പർ പാടനെ വിമർശിക്കാതെ കണിശമായ കരുതലോടുകൂടി റാപ്പർ പാടന് പിന്തുണ നൽകി. അതിന്റെ പേരിലായിരുന്നു തെരുവിലോത്ത് പാറുക്കുട്ടി മേനോത്തിയെ പോങ്ങൻ വിമർശിച്ചത്. അവരുടെ ആ നീക്കത്തെ ഇരട്ടത്താപ്പായിട്ടാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ റേപ്പർ പാടന് എന്തുകൊണ്ടാണ് ബലാത്സംഗം പിന്തുണ നൽകാൻ തെരുവിലോത്ത് പാറുക്കുട്ടി മേനോത്തി തയ്യാറായി എന്ന കാര്യം ഇന്നെനിക്കറിയാം. റേപ്പർ പാടന്റെ സുരത പീഡനത്തെ അവഗണിച്ചുകൊണ്ട് റാപ്പർ പാടന്റെ സംഗീത പീഡനത്തെ പിന്തുണയ്ക്കുന്ന നിലപാട് ഒട്ടും തന്നെ ഇരട്ടത്താപ്പല്ല.
അതിന്റെ പേരാണ് രാഷ്ട്രീയ ശരി എന്നത്. പോങ്ങൻ ഇന്നത് മനസ്സിലാക്കുന്നു. റേപ്പർ പാടൻ പീഡനത്തിലൂടെയും റാപ്പർ പാടൻ പാടലിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഒരു യുദ്ധമാണ്. സവർണർക്കെതിരെയുള്ള യുദ്ധം, ഫാസിസത്തിനെതിരെയുള്ള യുദ്ധം, അല്ലെങ്കിൽ സാവർണ്യത്തിനെതിരെയുള്ള യുദ്ധം, ഫാസിസത്തിന് എതിരെയുള്ള യുദ്ധം. അതിന്റെ പ്രാധാന്യവും പോങ്ങനിന്ന് തിരിച്ചറിയുന്നുണ്ട്. പീഡനം ആരോപിക്കപ്പെട്ട ജനപ്രിയ നടൻ കല്ലേറു കൊള്ളേണ്ടവനും പീഡനം അനുഷ്ഠിക്കുന്ന റേപ്പർ പാടൻ കയ്യടി കേൾക്കേണ്ടവനുമാണ്. അതാണ് പ്രബുദ്ധ കേരളത്തിന്റെ മാനവിക ബുദ്ധി. അതാണ് നമ്മുടെ ഹരിത കേരളത്തിന്റെ സാമൂഹ്യ ബോധം. തക്ക സമയത്ത് എനിക്കതൊന്നും പിടികിട്ടാതെ പോയി. റേപ്പർ പാടന്റെ പീഡനവും അതുപോലെ റാപ്പർ പാടന്റെ കഞ്ചാവ് പാനവും പുരോഗമന കാന്തി തികഞ്ഞതും പരിഷ്കൃത ബാധയുടെ ഇരുൾ പ്രഭ തിളങ്ങുന്നതുമായിട്ടുള്ള ഒന്നാന്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളാണെന്ന് കലശലായ കുറ്റബോധത്തോടെയും പരമാവധി പശ്ചാത്താപ വിവശതയോടെയും പോങ്ങനിപ്പോൾ തിരിച്ചറിയുന്നു. ലഹരിയുടെയും വനവാസിയായിട്ടുള്ള ഹിംസ്ര മൃഗത്തിന്റെ പല്ലുമാലയുടെയും പേരിൽ നമ്മുടെ നാടിന്റെ ആസ്ഥാന റാപ്പർ കം റേപ്പറെ വേട്ടയാടിയത് സർക്കാരായിരുന്നു എന്നാണ് പോങ്ങൻ കരുതിയത്. എന്നാൽ നാട്ടിൽ സമാന്തര സർക്കാർ രൂപീകരിച്ച് സവർണന്മാർ ഭരണം നടത്തുകയാണ് എന്നും നായർ പട്ടാളം തൊലിനിറവും ജാതിമൂല്യവും നോക്കി റാപ്പർ വേടനെ വേട്ടയാടി പിടിച്ചതാണെന്നും ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സമാന്തര സർക്കാർ രൂപീകരിച്ച് ഭരണം നടത്തുന്ന നായന്മാർക്കൊപ്പം അല്പം പോലും ഈ പോങ്ങൻ നായരില്ല. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾക്ക് കാരണമായത് നായന്മാരാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ ദിനോസറുകളെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കിയതിനു പിന്നിലും നായന്മാരുടെ സവർണ കരങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഭൂമിയിലെ ഏറ്റവും വലിയ വാലുള്ള ജീവിയായി ഈ ദിനോസറുകൾ വാഴുന്നതിലുള്ള കുശുമ്പ് സഹിക്കാൻ വയ്യാതെ നായർവാലന്മാരെല്ലാവരും പെരുന്നയിൽ ഒത്തുകൂടി പ്രമേയം പാസാക്കിക്കൊണ്ട് ദിനോസറുകളെ ഭൗമഗോളത്തിൽ നിന്നും തുടച്ചു നീക്കിയതാണത്രേ. അതുപോലെ ഹിറ്റ്ലറുടെ പിറവിക്ക് പിന്നിലും നായന്മാരാണെന്ന നിലയ്ക്ക് ഒരു ചരിത്ര സംസാരം പരക്കെയുണ്ട്, വ്യാപകമായി തന്നെ. ഈ ജനാർദ്ദനൻ കുട്ടി നായർ ഉമാകുമാരി അമ്മ ദമ്പതികളുടെ കടിഞ്ഞൂൽ സന്താനമായിട്ടുള്ള ഹൈമവദനൻ നായർ ഹംഗറിയിൽ ചെന്ന് ക്ലാരമ്മ പോൾ എന്ന സ്ത്രീയുടെ ലൈംഗിക പങ്കാളിത്തത്തോടെ നടത്തിയിട്ടുള്ള ഭോഗയജ്ഞങ്ങളുടെ ഫലമായിട്ടാണ് ഹിറ്റ്ലർ ജനിക്കുന്നതെന്നാണ് ആ പിറവിക്ക് പിന്നിലുള്ള, ഹിറ്റ്ലറിന്റെ പിറവിക്ക് പിന്നിലുള്ള പറയപ്പെടാത്ത ചരിത്രം. എന്തായാലും ഈ അണ്ടകടാഹത്തിൽ സംഭവിച്ചിട്ടുള്ള സകല കെടുതികളുടെയും മൂലകാരണമാകുന്നത് നായന്മാരാണെന്നതാണ് സത്യം. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനാൽ നായരായി പോയതിൽ ഈ പോങ്ങൻ ആസകലം സമൂലം തന്നെ ഖേദിക്കുകയാണ്. എനിക്ക് ജന്മം നൽകാനായി സ്വന്തം പ്രത്യുൽപാദന ശേഷി ദുരുപയോഗിച്ച വെറും നായന്മാരായ എന്റെ മാതാപിതാക്കളെ പരസ്യമായി ശാസിക്കാനും പോങ്ങിനി അവസരം പ്രയോജനപ്പെടുത്തുന്നു. മതം മാറാൻ അവകാശമുള്ളതുപോലെ ജാതി മാറാനുള്ള സൗകര്യം കൂടി നാട്ടിലെ പൗരന്മാർക്ക് രാജ്യം അനുവദിച്ചു നൽകണം. വെറും അസംവരണ വാലൻ നായരായി ഇങ്ങനെ നാട്ടുകാരുടെ തെറിയും കേട്ട് ജീവിക്കാൻ പോങ്ങനിനി മനസ്സില്ല. എന്തായാലും സമാന്തര സവർണ സർക്കാർ ആസ്ഥാന റാപ്പർ കം റേപ്പറോട് ചെയ്തിട്ടുള്ള അനീതിക്ക് പരിഹാരമായി നമ്മുടെ അസൽ സർക്കാർ ഇപ്പോൾ പാടന് വേദി കൊടുത്ത് ആദരിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. തെറ്റുകൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. നുണ പറയുന്നവരെ തിരിച്ചറിയണമെന്ന് ഉപദേശിച്ചതിനു പിന്നാലെ കേരളത്തെ മദ്യവിമുക്തമാക്കുമെന്ന് പറഞ്ഞു വോട്ടും വാങ്ങിച്ച പാർട്ടി ജയിച്ച് സർക്കാർ രൂപീകരിച്ചപ്പോൾ 700-ലധികം ബാറുകൾ തുടങ്ങി, 3000-ലധികം കള്ള് ഷാപ്പുകൾ ആരംഭിച്ചു, IT പാർക്കുകളിൽ പബ്ബ് തുടങ്ങാനുള്ള നീക്കം തുടങ്ങിയും കഴിഞ്ഞു. നുണ പറയുന്നവരെ തിരിച്ചറിയുക. ആദ്യമൊക്കെ ഇതെല്ലാം കേട്ടപ്പോൾ പോങ്ങൻ അമർഷമായിരുന്നു. ഇപ്പോൾ കഞ്ചാവ് പാനിയായ പാടനെ വേദി നൽകി പാടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ ഒരു കാര്യം ഉറപ്പായി, പാടനും അടിസ്ഥാനവർഗ സർക്കാരുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രസ്യൻ സവർണ യുദ്ധമാണ്. നാടൻ കള്ളും വിദേശ മദ്യവുമൊക്കെ ഒരുപോലെ വിഷമാണല്ലോ അല്ലേ? കീശയ്ക്കും കരളിനും ഒന്നുപോലെ കെടുതി നൽകുന്ന മാരക വിഷങ്ങൾ. സവർണന്മാർ പൊതുവെ മദ്യക്കച്ചവടം നടത്തി പണമുണ്ടാക്കാറില്ല. അവർ മദ്യം കുടിച്ച് ഉണ്ടാക്കുന്നതും ഉള്ളതുമായിട്ടുള്ള കാശ് വെറുതെ കളയുകയുള്ളൂ. സ്വാഭാവികമായി മദ്യശാലകൾ കൂടുതലായി ആരംഭിച്ചാൽ കീശയിലെ കാശ് കൊടുത്ത അവറ്റകൾ താന്താങ്ങളുടെ കരളുകളിൽ ക്യാൻസർ വാങ്ങി സൂക്ഷിച്ചോളും. അപ്പോൾ മദ്യശാലകൾ പെരുകുന്നത് കൊണ്ട് ആർക്കാണ് ദോഷം, ആർക്കാണ് ഗുണം? മറ്റൊന്നുകൂടിയുണ്ട്. ജൈവലഹരിയായ കഞ്ചാവ് സവർണന്മാർ കൂട്ടത്തോടുകൂടി കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. പഴയകാല സവർണ കവികളും സിനിമാ പാട്ടെഴുത്തുകാരും അതുപോലെ സവർണ സാഹിത്യകാരന്മാരുമൊക്കെ കഞ്ചാവ് കറ്റ കത്തിച്ചു വലിച്ചാണ് സർഗസൃഷ്ടികൾ നടത്തിയിരുന്നതെന്നാണല്ലോ സാഹിത്യ ചരിത്രം പറയുന്നത്. അടിസ്ഥാന വർഗത്തെയും അവർണരെയും ഒക്കെ കഞ്ചാവ് ചെടിയുടെ പരിസരത്ത് പോലും സവർണർ അടുപ്പിച്ചിരുന്നില്ല. കലയിലും സാഹിത്യത്തിലുമൊക്കെ സവർണാധിപത്യം എങ്ങനെ ഉണ്ടായി എന്ന് ആലോചിക്കുന്നവർക്ക് കിട്ടും. റാപ്പർ പാടനിലൂടെ അടിസ്ഥാന വർഗത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുക, സവർണന്മാരെ മൂക്കറ്റ മദ്യത്തിൽ മുക്കുക, ഇതാണ്
നമ്മുടെ സർക്കാരിന്റെ ലഹരി നയം. റാപ്പർ പാടനെ പിടിച്ച് ആദരിക്കുന്നതിലൂടെ അടിസ്ഥാന വർഗ സർക്കാർ കേരളത്തിൽ ആവിഷ്കരിക്കുന്നത് ജൈവ ലഹരിയുടെ വിപ്ലവമാണ്. സവർണരെ സമൂലം തുടച്ചു നീക്കിക്കൊണ്ട് അടിസ്ഥാന വിഭാഗത്തിന് കലാസാഹിത്യ സാമൂഹ്യ രംഗത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ജൈവ ലഹരി ഇന്ധനമാവുമെങ്കിൽ അതിനുള്ള ഒരവസരമായി ഇതിനെ കാണാനാണ് തൽക്കാലം ഈ പോങ്ങിന് താല്പര്യം. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഈ പോങ്ങിന് താല്പര്യം. എന്തായാലും അടിയന്തരമായി പോങ്ങിന് ജാതി മാറേണ്ടതുണ്ട്. റാപ്പർ പാടന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സാമൂഹ്യ പരിരക്ഷകളും മനുഷ്യൻ എന്ന നിലയിൽ ഞാനും അർഹിക്കുന്നുണ്ട്. ആ പാടൻ പ്രാസം ഒപ്പിച്ച് പാട്ടുപാടും, ഈ പോങ്ങൻ പ്രാസം ഒപ്പിച്ച് പാട്ടു പറയും. പക്ഷെ പോങ്ങന്റെ വരികൾക്ക് കേൾവിക്കാരെ ആകർഷിക്കാനുള്ള പാങ്ങില്ല. എന്താ കാരണം? കഞ്ചാവ് കറ്റ ചുണ്ടേറ്റാനുള്ള സാമൂഹ്യ സാഹചര്യം ജാതിപരമായി എനിക്കില്ല. സ്വന്തം വരിക്ക് അല്പം ബലം പകരാനായി സ്വല്പം കഞ്ചാവ് കത്തിച്ചാൽ പോങ്ങൻ ദീർഘകാലം അകത്തുകിടക്കും. എന്റെ ഈ നശിച്ച ജാതി എന്നെ അതിനനുവദിക്കില്ല കഞ്ചാവ് കറ്റ കത്തിക്കാൻ. എനിക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവനാകണം. പാർശ്വവൽക്കരിക്കപ്പെട്ടവന് കഞ്ചാവ് പാനമാകാം. കഞ്ചാവ് പാനം വരിബലം നൽകും. കഞ്ചാവ് പാനം വീട്ടുമേൽക്കൂരയ്ക്ക് ബലം പകരും. എനിക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവനാകണം. പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റേതെന്ന് പറഞ്ഞു കാണിക്കുന്ന വീട് കണ്ടപ്പോൾ പോങ്ങന് സത്യത്തിൽ അസൂയ കനത്തു. സംസ്ഥാന തലസ്ഥാന നഗരിയിൽ മഴ വന്നാൽ ചോരുന്ന ഏക കോൺക്രീറ്റ് വീട് കൊടും സവർണനും സാമൂഹ്യദ്രോഹിയും ഫാസിസ്റ്റുമായിട്ടുള്ള ഈ പോങ്ങന്റേതാണെന്ന് പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെടാനുള്ള എല്ലാ യോഗ്യതയും എനിക്കുണ്ട് എന്ന് ആരും പറയില്ലേ? കഞ്ചാവ് പാന സൗഹാർദ്ദമായിട്ടുള്ള ഒരു ജാതിയും അല്പം കൂടി ഇരുണ്ട തൊലിയും ഞാൻ അർഹിക്കുന്നുണ്ട്. അസംവരണവാലൻ നായരായി ഇങ്ങനെ നാട്ടാരുടെ തെറുകേട്ട് കഴിയാൻ എനിക്കിനി സൗകര്യമില്ല. നല്ലൊരു ഭാവിക്കായി, ജീവിത സമൃദ്ധിക്കായി, സുഡു സൗഹാർദ്ദ സമൂഹത്തിന്റെ ഭാഗമാകാൻ എന്നെ നിങ്ങൾ അനുവദിക്കണം. ഞാൻ ഇതുവരെ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെണ്ടിത്തരങ്ങളും നിങ്ങൾ പുറത്തു മാപ്പാക്കി തരണം. ചെവിയിൽ പൂട കുറവാണെന്ന് പറഞ്ഞ് മുന്തിയ നായന്മാർ പോങ്ങനെ കൂട്ടത്തിൽ കൂട്ടുന്നേയില്ല. ഗോപൻ സ്വാമിയുടെ സമാധിയെ സംശയിച്ചുവെന്നതിന്റെ പേരിൽ നാടാന്മാർ പോങ്ങനോട് പിണങ്ങി. വെള്ളാപ്പള്ളി നടേശ ഗുരുക്കളെ വിമർശിച്ചതോടെ ഈഴവർക്ക് പോങ്ങനോട് തീരെ മീച്ചമില്ല. പെരുമാറ്റത്തിൽ മതിയായിട്ടുള്ള പരപുച്ഛമില്ല എന്ന് പറഞ്ഞ് ബുദ്ധിജീവികൾ പോങ്ങനെ അടുപ്പിക്കുന്നില്ല. അവരനോട് അപാരമായ അളവിൽ ആദരവ് പ്രകടിപ്പിക്കുന്നത് അന്തസ്സില്ലായ്മയാണ് എന്ന് പറഞ്ഞ് സെലിബ്രിറ്റികൾ അടുപ്പിക്കുന്നില്ല. ഹൈന്ദവ രക്ഷയ്ക്കായി പിറന്ന ശ്രീ ആരിഫ് ഹുസൈനോട് എനിക്ക് അസൂയയാണെന്ന് പറഞ്ഞ് ഉഗ്രനായന്മാരടക്കം ഘോര ഹൈന്ദവർ പോങ്ങനെ വെറുത്തുകൊണ്ടിരിക്കുന്നു. നിരന്തരമുള്ള വെറുപ്പ്. ഹരിത കേരളീയ റാപ്പർ പ്രവർത്തകനായ വേടന്റെ സ്വീകാര്യതയിൽ കുശുമ്പുള്ളവനാണെന്ന് പറഞ്ഞ് പുരോഗമന ബുദ്ധരും പരിഷ്കൃത ഭാവികളും പോങ്ങനെ ഉപേക്ഷിച്ചു കളഞ്ഞു. സംഘികൾക്ക് കാര്യമായ പ്രിയം പണ്ടേയില്ല. രാഹുലിനെ ഗണ്ഡി കൂട്ടി സംബോധന ചെയ്തു എന്ന് പറഞ്ഞ് മറുനാടലിലൂടെ വന്ന കുങ്ങികൾ കൂട്ടത്തോടെ പോങ്ങനെ കൈവിട്ടു. സാധാ കുങ്ങികൾക്ക് പണ്ടേ മമതയില്ല. കമ്മികൾക്കാണെങ്കിൽ പോങ്ങനെ ഒറ്റ കുത്തിന് കൊല്ലാനുള്ള കൊതി. മതിയായി ഈ മട്ടിലുള്ള സാമൂഹ്യ ജീവിതം. എനിക്ക് ജാതി മാറണം, തൊലി നിറം കടുപ്പിക്കണം, കഞ്ചാവ് പാന സൗഹാർദ്ദ സമൂഹത്തിന്റെ ഭാഗമാകണം. കനകക്കടത്തിനായി മൂലം വരെ വിട്ടു നൽകാൻ പറ്റുന്നത്ര പ്രബുദ്ധമായി കഴിഞ്ഞു പോങ്ങന്റെ ജീവിതയാത്ര. നിങ്ങൾ എന്നെ വിശ്വസിക്കണം, എന്നോട് പൊറുക്കണം, മാപ്പാക്കണം. രാവിലെ മുതൽ സുഡാപ്പികളോട് ഒരുതരം കലശലായിട്ടുള്ള സാഹോദര്യ ഭാവം മനസ്സിൽ കവിയുന്നുണ്ട്. അവരെ ഇതുവരെ പഴിച്ചതിൽ കുറ്റബോധം തോന്നുന്നുണ്ട്. അവരുടെ പ്രിയത്തിന് പാത്രമാവാനുള്ള അത്യാഗ്രഹം നിറയുന്നുണ്ട് മനസ്സിൽ. റാപ്പാൻ പറ്റിയില്ലെങ്കിൽ പോലും ചാവും മുന്നേ ഭയം കൂടാതെ വല്ലപ്പോഴും ഒന്ന് റേപ്പാനെങ്കിലും പറ്റിയില്ലെങ്കിൽ എന്തിനിങ്ങനെ ജീവിക്കുന്നു? എനിക്കും വേണം സ്വല്പം സമൃദ്ധിയും ജീവിത പച്ചപ്പുമൊക്കെ. എന്റെ ദൈവമേ, സവർണരെ 4 ചീത്തയങ്ങോട്ട് ഒറ്റമൂച്ചിന് പറയാനൊരു കൊതി. കഞ്ചൻ കറ്റ ചുണ്ടിലെടുത്ത് 4 വരി റാപ്പാൻ നാവിനൊരു തരിപ്പ്. മങ്കമാംസക്കുന്നിൽ കമഴ്ന്നു കിടന്ന് തുമ്പിതുള്ളാനൊരു കിരികിരിപ്പ്. സാമൂഹ്യബോധം സ്വാർത്ഥ ബുദ്ധിക്ക് വഴിമാറുന്നതോ എന്തോ ആർക്കറിയാം. കൊതിക്കുകയാണൊരു ജീവിതമാറ്റം, ഒരല്പം പച്ചപ്പ്. ഹരിത മതേതരനാവാനുള്ള കൊതിയോടുകൂടി ഞാൻ നിങ്ങളുടെ പ്രിയത്തിനായി, നിങ്ങളുടെ സ്വീകാര്യതയ്ക്കായി കാത്തിരിക്കുന്നു. പ്രബുദ്ധ കേരളമേ, എന്നെ സ്വീകരിക്കുക, ഈ പോങ്ങനെ സ്വീകരിക്കുക. നിങ്ങളിൽ ഒരുവനായി മാപ്പ്.